എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരച്ചതാണോ നിങ്ങളുടെ പ്രശ്നം? വിഷമിക്കേണ്ട കേട്ടോ. മുടി വളരാതിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ആരും ദുഃഖിക്കേണ്ട. അതിനെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പരിഹാരങ്ങളുണ്ട് കേട്ടോ. ആരും മുടി നരച്ച മുടിയെ നമ്മൾ കറുപ്പിക്കാനും വേണ്ടി കെമിക്കൽ ഡൈകളൊന്നും വാങ്ങിച്ച് ഒരുപാട് പൈസ ചിലവാക്കേണ്ട. അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ടെൻഷനും ആവേണ്ട. ഡൈ അടിക്കാൻ മിക്ക ആൾക്കാർക്കും ഭയങ്കര മടിയാണ്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിന് മുടി വളരാനുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നരച്ച മുടി കറുപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയെ കറുപ്പിച്ചെടുക്കാൻ പറ്റും. അത് പെർമനൻ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത്. അതിലേക്ക് നാരങ്ങ നീര്, അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന വെന്ത വെളിച്ചെണ്ണയാണ്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെന്ത വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും കരിഞ്ചീരകവും സവാളയും കൂടെ ചേർത്തേക്കുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. 1 സ്പൂൺ അളവിൽ, എൻ്റെ മുടിയുടെ അളവിനനുസരിച്ചാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഏത് ഷാമ്പു ആണെങ്കിലും ഷാമ്പു ഉപയോഗിക്കുക. ഇതിപ്പം 1 രൂപയുടെ ഷാമ്പുവിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ചേർക്കുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഒരുപാട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു ഹെയർ പാക്ക്. ഏതാണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം ചെയ്തിട്ടൊന്ന് പറയണം കേട്ടോ, എങ്ങനെയുണ്ട്, അത് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ നമ്മൾ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മാക്സിമം അതിൻ്റെ നീര് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ മാറും. താരൻ മാറുമ്പം തന്നെ നമ്മുടെ മുടി ഓട്ടോമാറ്റിക്കലി നല്ലപോലെ മുടി സമൃദ്ധമായിട്ട് വളരും. രണ്ടാമതായിട്ട് താരൻ, ചൊറിച്ചിൽ, പേൻ്റെ ശല്യം, ഈര് അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറി. പ്രത്യേകിച്ച് നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ മുടി ഒറ്റ യൂസിൽ തന്നെ അത് നമ്മൾ തലമുടിയിലും തലയോട്ടിലും നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ 1 മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് കഴുകി കളഞ്ഞിട്ട് ആ മുടിയൊന്ന് ഉണങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. കാരണം അത്രയേറെ ഗുണകരമാണ്. മുടി നല്ല തിക്നെസ് തോന്നിക്കും, മുടി നന്നായിട്ട് വളരും. ആ ഒരു നരച്ച മുടിയൊക്കെ മാറാനും നല്ലതാണ്. ഇത് ഏത് ആൾക്കാർക്കും ഉപയോഗിക്കാം കേട്ടോ. ഇഞ്ചിയും നാരങ്ങയൊക്കെ ചേർക്കുന്നുണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ട അത് നമ്മൾ ഗ്യാസിന് മുകളിൽ വെച്ച് കത്തിച്ചിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് അത് മാറ്റണം. ഇരുമ്പോ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് പാത്രത്തിലോട്ടും മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇരുന്ന് നല്ലപോലെ അതൊന്ന് കത്തി വരട്ടെ. ഇതിപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അടച്ചു വെച്ചേക്കുകയാണ്. സ്റ്റീലിൻ്റെ പാത്രം വലുതും താഴെ ഇരിക്കുന്ന ചീനിച്ചട്ടി ചെറുതും ആയതുകൊണ്ട് കുറച്ചിങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്. അത് നമ്മൾ കത്തി തീർന്നു. കത്തി പതിച്ച് നല്ലതായിട്ട് പൊടിയായി. ആ ഒരു ചിരട്ട കരിയായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കുറച്ച് സമയം എടുക്കുക അത് കത്തി അതിൻ്റെ അണഞ്ഞെല്ലാം വരാനും വേണ്ടി. ആ ഒരു പാത്രത്തിൻ്റെ അടപ്പിനകത്ത് കരിയുണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാം. അത് നമുക്ക് പിന്നെ പറയാമേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ അതിലേക്ക് നമ്മൾ തേയില, കാപ്പിപ്പൊടി, ചിരട്ട മൊത്തമായിട്ട് കരിഞ്ഞ് വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതും കൂടെ, ആ ഒരു പൊടിയുണ്ടല്ലോ, ആ ഒരു ചാരവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെറിയ തീയിലിട്ടിട്ട്. ഇനി ഇതിനകത്ത് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. ചിരട്ട എന്തുകൊണ്ടാണ് എടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെ ഗുണങ്ങളാണ് ചിരട്ടയിലുള്ളതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ അറിയുന്ന കാര്യമാണ്. ഇത് ഇത്രയും ചൂടാക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് ഒരു എണ്ണയാക്കി എടുക്കാം. അതുമല്ലെങ്കിൽ പാക്കുകളിൽ ഉപയോഗിക്കാം ഈ ഒരു പൗഡർ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നമ്മളിത് ചെയ്യുമ്പം ഇരുമ്പ് മുടിയെ കറുപ്പിക്കാൻ ഏറ്റവും ഗുണകരമാണ്. ചിരട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുന്നില്ല, എത്രത്തോളം ഗുണകരമാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ, മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് നല്ലപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി അതിനെ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ പൗഡർ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒന്നും തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല, ഷാമ്പു മാത്രമേ ഉള്ളൂ ചേർത്തേക്കുന്നത്. ഇത് ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ വരും. ഈ ഒരു വെള്ളം നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുന്നേ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. നമ്മൾ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയണം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പം നമുക്ക് ഒരു ദിവസം 2 ദിവസത്തേനുള്ളത്, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു 3 ദിവസത്തേനുള്ളത് കാണും. കാരണം ഇത്രയും മതിയല്ലോ ഒരാൾക്ക്. തലയോട്ടി മെയിനായിട്ട് ഉപയോഗിക്കുക. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ
നമ്മുടെ മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന തേയില, കാപ്പിപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ, ചിരട്ടക്കരിയാണ്. അത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ചേർക്കാം. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതുണ്ട്, ഇതിപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് കണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും. നിങ്ങൾക്ക് ആ കളർ കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഗുണകരമാണെന്നുള്ള കാര്യം ഞാൻ ഭംഗി വാക്ക് പറയാതെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് കഴിഞ്ഞിടകളിലൊക്കെ വൈറലായിട്ടുള്ള, പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ചിരട്ട വെച്ച് അത് കരിച്ച് അത് വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എണ്ണ രീതിയിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ എണ്ണ അങ്ങനെ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇത് നരച്ചവർക്ക് മാത്രമല്ല, മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വെള്ളം. നമുക്ക് ഹെയർ സിറം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാം. പല രീതിയിൽ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഈ ചിരട്ട വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉലുവ, കരിഞ്ചീരകമൊക്കെ ചേർക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചേർത്തുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഒത്തിരി ചേരുവകൾ ചേർത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ പറയുന്നത്. എന്നിട്ട് നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. പിന്നെ നമ്മൾ ആ ഒരു അടപ്പുണ്ടല്ലോ, ചിരട്ട കരിച്ചിരുന്ന പാത്രത്തിന് മുകളിൽ വെച്ചിരുന്ന അടപ്പിനകത്തുള്ള കരിയാണ്. ഈ കരി നമുക്ക് വേണമെങ്കിൽ ചിരണ്ടി എടുക്കാം. ഞാനത് മൊത്തത്തിൽ ചെയ്യാനും വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മൾ ആവണക്കണ്ണയുടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവണക്കണ്ണ എത്രത്തോളം മുടി വളരാനും മുടി കറക്കാനും ഉപകരിക്കുന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. ഈ ഒരു കരിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഈ ഒരു എണ്ണ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കാം. നമ്മളിപ്പം ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് ഉപയോഗിക്കാം. അതുമല്ലാതെ നമുക്ക് കുളിക്കുന്നതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ നമുക്കിത് തലയോട്ടിയിലും തലമുടിയിലും, പ്രത്യേകിച്ച് നരച്ച മുടിയുള്ള ഭാഗത്ത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മുടി നോർമലായിട്ട് നമ്മുടെ മുടി കറുത്ത് വരുന്നതായിട്ട് കാണാം. ഈ ഒരു കാര്യം നമ്മൾ ആവണക്കണ്ണയുടെ എണ്ണ തലയിൽ തേച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്ത് പോകുക. അതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ പോലും അത് പടരുന്നില്ല. നിങ്ങൾക്ക് ലൈവായിട്ടുള്ള റിസൾട്ട് കാണാമല്ലോ. അത് ഡ്രൈ ആയിട്ട് മാത്രം പുറത്ത് പോവുക. ഇതിന് പകരം ഞാൻ എപ്പോഴും പറയുന്നില്ല, അലോവേറ ജെൽ ഉപയോഗിക്കുക, ഗ്ലിസറിൻ ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ വാസലിൻ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു കരിയെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം അമ്മയുടെ മുടി ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ഒരുപാടങ്ങ് നരച്ചതല്ല, അങ്ങങ്ങാട്ട് മാത്രമേ നരച്ചതുള്ളൂ. അന്നേരം ഇതിനെ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചീവി ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മുടിയും ഒരേ കളറിൽ കറുത്ത് തന്നെ ഇരിക്കും. ഈ കറുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഡാർക്ക് കറുപ്പുണ്ടല്ലോ, നമ്മുടെ മുടിയുടെ കറുപ്പല്ലാത്ത രീതിയിലുള്ളൊരു കറുപ്പാണ് നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ഒരു മുടിക്കയുടെ കറുപ്പ് എങ്ങനെയാണ് ആ ഒരു കളറാണ് കിട്ടുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടും. നമ്മൾ ഒരു എണ്ണ തേക്കുമ്പോൾ ആ ഒരു ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് ഓക്കെ ആവും കേട്ടോ. ഒരുപാട് എണ്ണയുള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നെല്ലിക്ക നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ്. നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ പല രീതിയിലുള്ള ജ്യൂസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് മുടിക്ക് മാത്രമല്ല, ആരോഗ്യമുള്ള സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മുടി വളരാനും മുടിയുടെ നരം മാറാനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് നമ്മൾ ഈ തയ്യാറാക്കുന്ന ജ്യൂസ്. നെല്ലിക്ക 1-2 എടുക്കാവുന്നതാണ്. നമുക്ക് പച്ചക്കുണ്ടെങ്കിൽ കഴിക്കാൻ മടിയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു പിടി കറിവേപ്പില, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യമാണ്. കറിവേപ്പിലയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇതൊന്നും ജ്യൂസ് കുടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നിക്കൊന്നരാടമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിച്ചെടുത്തതിന് ശേഷം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉപ്പിന് പകരം മധുരത്തിന് ശർക്കര ചേർക്കാം. നാരങ്ങനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളതൊന്നും അല്ലാണ്ട് ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് പുളിയില്ലാത്ത തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. നെല്ലിക്ക, അതിനോടൊപ്പം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്, കറിവേപ്പില, നമ്മുടെ തൈരും കൂടെ ചേർത്ത് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിന് പകരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.